ഒരു ബന്ധമില്ല, ഒരു വെറും കണ്ടന്റ് മാത്രം, അല്ലെങ്കിൽ ചാറ്റ് പറയുന്ന ചാലഞ്ച് കണ്ടന്റ്, ഈ ഒരു സാധനം മാത്രം വേണ്ടിട്ടാണ് ഞാൻ ഇപ്പൊ പ്രപ്പോസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, കുര്യാക്കോസ് പ്രപ്പോസ് ചെയ്യട്ടെ. അല്ല നിനക്ക് ഇവന്റെ ഒരു അംശമായിട്ട് മുണിക്ക ബെല്ലൂച്ചി ഇറങ്ങി വന്നാലേ തന്നാമില കന്നാമില തന്നാലേ മുണിക്ക ബെല്ലൂച്ചി ഇറങ്ങി വന്നാലേ ഇറങ്ങി തന്നാമില തന്നാമില വന്നാച്ചേ ഇറങ്ങി തരമാച്ചേ മരമാലി താനി ഇറങ്ങി തരമാലി തരമാലി താനി മുണിക്ക ബെല്ലൂച്ചി ഇറങ്ങി വന്നാലേ. ലൈവ് ആണെന്നുണ്ടോ? ഉറങ്ങാനാ ഇങ്ങനെ മേക്കപ്പ് ഇട്ടില്ല, ലിപ്സ്റ്റിക്കും മേക്കപ്പും കണ്ണ് എഴുതിട്ട് നീ ഉറങ്ങുന്ന? ഞാൻ ഉറങ്ങാൻ പോവായിരുന്നു. ഞാൻ ഇപ്പൊ വീട്ടിലേക്ക് എത്തിയുള്ളൂ. ഞാൻ എറണാകുളത്ത് നിന്ന് എന്റെ വീട്ടിലാകെ എന്റെ അനിയത്തി. ആണോ? അപ്പൊ ഞാൻ വിളിച്ച കാര്യം എന്ന് വെച്ചാല് ഇത് എങ്ങനെ ഉണ്ടായിരുന്നു? ഇത് മമ്മും ആദിലും വന്ന് റീൽ എടുത്തിട്ടല്ലോ. ഞാനും ഉണ്ടായിട്ടില്ല. വേറെ അന്നെ ഒഴിവാക്കില്ല നിങ്ങള്? അല്ല നിങ്ങ മറ്റേതിൽ എന്നെ കൂട്ടിയില്ലല്ലോ. അതിലും നീ എന്താ ചിരഞ്ജീവിയാ? ഡാൻസ് എല്ലാം ഞാൻ പഠിക്കും മോളെ. അല്ല എന്റെ ചെക്കന് ഒരു കാര്യം. ഒന്നുമില്ല, വേറൊരു കാര്യം പറയാനോ. ഞാൻ പറഞ്ഞോളാം. ഞാൻ ലൈവാണ്. അപ്പം ഇത് എന്തായിരുന്നു, അല്ല ഞാൻ കുറെ കാലമായിട്ട് ഒരു കാര്യം പറയാമെന്ന് വിചാരിക്കുന്നത്. അപ്പൊ ലൈവില് ചാറ്റ് പറഞ്ഞ ഇപ്പൊ തന്നെ പറ, എന്തിനാ വലിച്ചു നീട്ടുന്നെല്ലാം പറഞ്ഞോണ്ട് പിന്നെ ഞാൻ പ്രഷറായി. ഇങ്ങനെയല്ല, കുറച്ച് റൊമാൻറ്റിക് ആയിട്ട് പറ. അല്ലല്ല, പ്രാങ്കൊന്നല്ല കുറച്ച് റൊമാൻറ്റിക് ആയിട്ട് പറ. ഇതെന്റെ റൊമാൻറ്റിക്, ഇത് കുമാൻറ്റിക്കാണ്. ഒരു മിനിറ്റ്, ഒറ്റ സെക്കൻഡ്. ഇപ്പോൾ വിളിക്കാം. മോനെ ഇത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ലേ, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇത് നടക്കൂല. കാരണം ഇത് നടക്കൂല. ഇത് സീന. ഞാൻ എന്ത് പറയണം? നിന്നെ കാണുമ്പോൾ എന്റെ മനസ്സ് നല്ല. നീ വിളിച്ചിട്ടൊരു പാട്ടങ്ങ് പാടി കൊടുത്താൽ മതി. മോണിക്ക ബെല്ലൂച്ചി ഇറങ്ങി വന്നാലേ സ്ട്രീമിംഗ് എന്ന് പറഞ്ഞ ഒരു പ്രഷർ ജോലിയാണല്ലേ. പിന്നെ അല്ലാണ്ട് ഞാൻ പറഞ്ഞു നീ ഒരു പിക്കപ്പ് ലൈൻ പറ. എന്താ പിക്കപ്പ് ലൈൻ? പിക്കപ്പ് ലൈൻ ഞാൻ പറയാം. നീ എന്റെ ചുടു, ഞാൻ നിന്റെ മടു. തലക്ക് ഒരു കുത്തു നീയാണ് എന്റെ കുട്ടു, ഞാനാണ്. നമ്മൾ രണ്ടാളും അത് എന്റെ അല്ല, ഞാൻ നമ്മല്ലേ അത് പറയല്. അത് പെമ്പിള്ളേരോട് പറയാൻ പറ്റില്ല. ഞാനാ നിന്റെ W for effort. Yes. W എല്ലാവരും W for effort. ഇത് എല്ലാം ഇടേണ്ട കാര്യമൊന്നുമില്ല മോനെ. ഞാൻ ഇത്രയും ചെയ്ത W for effort ആണ്. ഇത് എന്ത് ക്രിഞ്ച് പരിപാടിയാണോ മോനെ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അതായത് ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈയുടെ എല്ലാം ഇടുന്ന ഓരോ ആൾക്കാരും ഓരോ ഇൻഡിവിജ്വൽസിനോടാണ് ഞാൻ പറയുന്നത്. ഇതിൽ എല്ലാം ഇടുന്ന ഓരോ ആൾക്കാരോട് ഞാൻ പറയും, നിങ്ങളൊന്ന് ആലോചിച്ച് ശരിക്കും ഒന്ന് റിയൽ ആയിട്ട് ഇമാജിൻ ചെയ്ത് നോക്കുക. അതായത് നിങ്ങൾ ഡെയിലി കാണുന്ന ഒരു പെണ്ണ്, ഒരു സുന്ദരിയായ ഒരു പെണ്ണ്, നിങ്ങൾക്ക് അവളോട് സംസാരിക്കാൻ വരെ പേടിയാണ്. അങ്ങനെ ഒരു പെണ്ണിനോട് പ്രപ്പോസ് ചെയ്യാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ശരിക്കും ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്ക്, എങ്ങനെ ഇരിക്കും? ഇതിന്റെ പ്രഷർ നിങ്ങൾ ആലോചിക്കും. ഇത് പിന്നാന്ന് വെച്ചാൽ ഇതിൽ വേറെ കുറെ ഇമോഷണൽ പ്രശ്നങ്ങൾ ഉണ്ടോ. നീ എന്താ പറയുന്നത്? എടാ ഇപ്പം ഇപ്പം എനക്കും ഓളോടൊന്നുമില്ല, ഓക്കും എന്നോടൊന്നുമില്ല, അങ്ങനെയുള്ളതെന്ന് വിചാരിക്കാം. അപ്പൊ ഇത് പറയുന്നതോടുകൂടി എന്തെങ്കിലും വന്നാലോ, ഓളെ മനസ്സിൽ എന്തെങ്കിലും വന്നാലോ, അല്ല എന്റെ മനസ്സിൽ എന്തെങ്കിലും വന്നാലോ, ഇങ്ങനെ ഒരാളെ ഇമോഷൻ വെച്ച് കളിക്കുന്നതിന്റെ കാര്യം എന്താ? അല്ലേ? ശരിയാ. കീപ് ഇറ്റ് പ്രൈവറ്റ് അണ്ടിൽ ഇറ്റ്സ് പെർമനന്റ്. അല്ലേ? നിനക്ക് അങ്ങനെ എന്തെങ്കിലും തോന്നിയാൽ ഞാൻ പ്രൈവറ്റ് ആയിട്ട് പ്രപ്പോസ് ചെയ്യും ഗൈസ്, എന്നിട്ട് ഞാൻ പബ്ലിക് ആയിക്കോളാം. കല്യാണം കഴിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഞാൻ പബ്ലിക് ആക്കും എന്റെ റിലേഷൻ. മനസ്സിലാവും? എനിക്ക് കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ പബ്ലിക് ആക്കും, അതാ നല്ലത്. കല്യാണം കഴിഞ്ഞിട്ട് പബ്ലിക് ആക്കും. കല്യാണത്തിന്റെ അന്ന് കുട്ടികളായിട്ട് ആക്കിയാ പോരെ. ഒന്ന് അമേരിക്ക പബ്ലിക് ആക്കാടാ. ഓക്കെ, മതിയില്ലേ? നൈസ് ട്രൈ അല്ലേ? നൈസ് ട്രൈ അല്ലേ ചാറ്റ്? അല്ലേ? ഒരു പെണ്ണിനെ പ്രപ്പോസ് ചെയ്യാൻ പോലും അറിയാത്ത ഒരു പൊട്ടന്റെ ലൈവാണ് നിങ്ങളൊക്കെ കാണുന്ന. ബിഗ് എൽ വൈ പറഞ്ഞ പിള്ളേരെ ലൈവ് ഒന്നതാണ്. പ്രപ്പോസ് ചെയ്യണ്ട.
ഇവിടെ മൂട് കൊണ്ട് ആരും പ്രപ്പോസ് ചെയ്യല്ലോ അതുകൊണ്ടാ. അല്ല അതൊന്നും പിന്നെന്താ ചെക്കനെ പറയണ? എല്ലാടെ തമാശ ആക്കുന്നതായിരിക്കും, സപ്പോർട്ടറാണ്. പക്ഷെ ഇങ്ങനെ നമ്മളെ കുത്തി കുത്തി പറയുന്ന ഒരു സപ്പോർട്ടർ. ഇത് എനിക്ക് ഒന്ന് നിന്നെ തിരികേറ്റാൻ വേണ്ടിട്ടാ. അല്ല മുന്നേ നല്ലെല്ലാം പറയുന്നത് ഇതെന്നാ, ഇത് വെറുതെ തമാശക്കാക്കുന്നതായിരിക്കും. മോട്ടർ ആക്കാൻ വേണ്ടിട്ടായിരിക്കും. ഒരു പെണ്ണിനെ പ്രപ്പോസ് ചെയ്യാൻ പോലും അറിയാത്ത ഞാനോ മോനെ ഫീലിങ്സ് വെച്ച് കളിക്കണ്ടെന്ന് വെച്ചിട്ട്. അല്ലാണ്ട് ഞാൻ ഈ പരിപാടി അറിയാത്തോണ്ടെന്നല്ല, മനസ്സിലാ. 10 സെക്കൻഡോട് അമ്മായികളുടെ ഐഡിയ വാങ്ങിയാ ഞാൻ. അതിന്ന് തീർക്കും ജമീറ, അതിന്റെ കാര്യം വിട്. നിന്നെ മണ്ടനാക്കിയതാ. നീ ഇപ്പൊ ഒരു പൊട്ടനായല്ലോടാ. അതായത് ഇപ്പൊ നമ്മ ബൈക്കിൽ പോന്ന് ആരാ മണ്ടെന്ന് ഞാൻ ഇപ്പൊ കാണിച്ചത്. എന്താടാ കോമാളി നീ കാണിക്കുന്നത്? എന്ത് ഇന്നലെ അയച്ച വീഡിയോ അല്ല, ഇന്ന് അയച്ച വീഡിയോ. അതൊന്നും കാണിക്കണ്ട, മാറ്റിക്കാം. എന്തൊരു കോമാളിയാണെടാ നീ, കോമാളി പട്ടി. മോണിക്ക വെല്ലുച്ചി ഇറങ്ങി വന്നാലോ മതി. ഇങ്ങനെ അല്ല അല്ല ഒരു മിനിറ്റ്. എല്ല് സ്പാം ചെയ്യുന്നുണ്ട്, ഞാൻ വായിക്കും. അല്ല ഞാൻ പറയും. പ്രപ്പോസ് ചെയ്യാൻ അറിയില്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് എന്താടാ മാങ്ങ വത്തക്ക മുഖൻ പോങ്ങ. എന്താ ഫസ്റ്റ് ഡയലോഗ് എന്താ? മേര എനിക്കിഷ്ടമാണ്, കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട്. ഓക്കെ ബേസിക്കലി ഇതൊരു പ്രപ്പോസൽ. എന്താ മോളെ ഫിദാശറിന്, എന്താ മോളെ ആരാണ് പ്രപ്പോസ് ചെയ്യാൻ അറിയാത്ത ആള്? ആരോടോട് കളി? ഇല്ലല്ലോ, ഞാൻ അത് റീസെന്റ് ക്ലിയർ ചെയ്തിട്ട് അതൊരു ഡബ്ല്യൂ ആണേ മോനെ. മോനെ ഞാൻ പ്രപ്പോസ് ചെയ്ത ഒരിക്കലും ഇതിന്റെ ഒരു അക്ഷരം ഉണ്ടൂലാന്ന് ഞാൻ വിചാരിച്ചെടുത്തുനിന്ന് ഇത്രയും ഞാൻ പറഞ്ഞു. അപ്പൊ ഒരു ഡബ്ല്യൂ, ആ ഒരു ഡബ്ല്യൂ. അതിന് നീ ഏതാ ഫിദാ ഷവർമ്മ കാര്യം? Anyways, chat. Okay, let's continue. Let's go. മോനെ എത്ര സമയം എന്റെ കളഞ്ഞത് ഈ ഫിദ എന്ന് പറയുന്ന ഈ ലൊട്ടച്ചി. നമ്മളൊന്നും പറയുന്നില്ലല്ലോ, മെസ്സേജ് ഒന്നും എന്താ നീ അതിനെന്താ പറഞ്ഞത്? മരുന്നടിക്കാൻ വരുന്ന പോലെ എന്തോ പറഞ്ഞു. ആണോ? ഏത് നമ്മളെ ടർക്കി കോയി മുഖൻ? ഒരിക്കലും ആ ചന്ദനത്തിരി മുഖന? ഒരിക്കലും അല്ല. നീ പേടിക്കണ. ഞാൻ വിശ്വസിക്കും, ഇത് ഞാൻ വിശ്വസിക്കൂല. റാമ്പ് ഇനി നീ എങ്ങാനും ഒരൊറ്റ റിപ്ലൈ ഇല്ല, അങ്ങനെ തന്നെ ഉള്ളത്. റിപ്ലൈ ഇല്ല. മോള് ഉറങ്ങിയിട്ടുണ്ടാവും ചിലപ്പോ. നീ എന്തോ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് പറഞ്ഞതായിരിക്കും ഓള് വിചാരിച്ചിട്ടുണ്ടാവും. ഗുഡ് നൈറ്റ്. അതുപോലെ നീ പറഞ്ഞത് അത്രയും 1 സെക്കൻഡ് പോലും എടുത്തിട്ടില്ല. നമുക്ക് അങ്ങനെ തോന്നുന്നു. ഞാൻ പറയുന്നത് ഒരു റെസ്പോണ്ടും ഇല്ല. ഒന്നുകൂടി വിളിച്ചോ. ഇത് സുഭദ്ര ഇത്ര പേടിച്ച് പ്രപ്പോസ് ചെയ്ത നിന്റെ വില പോയി ഇതിനേക്കാൾ ബെറ്റർ ആയി കുര്യാക്കോസ് പ്രപ്പോസ് ചെയ്യുന്നു. അത് കുഴപ്പമില്ല. ആണോ ഫിദ മോളെ? എന്നാ പോയി ആടി ഇരിക്കും. കേട്ടിരാ, നടക്കൂല. ഇനിയില്ല. ഡബ്ല്യൂ ഇട്ടോ, എല്ലാവരും ഡബ്ല്യൂ ഇട്ട്. ഓൾറെഡി ഡബ്ല്യൂ ഇട്ട്. ഓക്കെ, ഇത് ചാലഞ്ച് കഴിഞ്ഞാൽ നമുക്ക് കണ്ടിന്യൂ, സ്ട്രീം കണ്ടിന്യൂ. നമുക്ക് ബാക്കി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനില്ലേ? സ്ട്രീം കണ്ടിന്യൂ. അതിലെന്തിനും ഇമോഷണൽ ആണ്? അതില് പറഞ്ഞ പോലെ എന്തിനും ഇമോഷണൽ ആണ്? അതിലൊന്നും കൊണ്ടാ ഞാൻ പറയുന്നത് എന്തുണ്ടാകാന്? അതില് അത്രയും അവന്റെ അവളെ അനിയനെയും കാട്ടി ചെറുതാ. പിന്നെ ചെറിയ അനിയനാ. കുര്യാക്കോസ് പറഞ്ഞിട്ട് 200 rupees കുര്യാക്കോസ്. ഫിദ എനിക്കും ഇഷ്ടമാണ്, കല്യാണം കഴിക്കാൻ എനിക്കും താല്പര്യം. ഫിദ ആളെ കിട്ടിയിട്ടുണ്ട്. കുര്യാക്കോസ് ബോട്ട് സൂപ്പർ ചാറ്റ് 200 rupees. എന്താടാ പുളിച്ചാടി മുഖ നീ പറഞ്ഞത്? Bro, don't spoil your self respect. ഇത് ചാറ്റിനെ ബാധിക്കുന്ന
ബാധിക്കൂല. ബട്ട് നിങ്ങൾക്ക് രണ്ടാളെയും ബാധിക്കും. ചാറ്റിലെ മോഹൻ നിങ്ങൾ പറയുന്ന കേട്ട് തുള്ളാൻ നിൽക്കണ്ട. ആ ഫിദ എന്ന് പറയുന്ന ആൾ നിങ്ങളെ ഇമോഷണലി ഡൗൺ ആക്കുന്നത്. ഡബിൾ സൂപ്പർ Okay, let's continue. Come on, let's go. Vishnu Kumar Nair, thank you for the super chat. Let's go. എന്താ ചെയ്യണ്ട? പറ. Let's go. ഇനി ഇതിന്റെ കണ്ടിന്യൂഷൻ ഒന്നുമില്ല. ഇനി ഇത് പറഞ്ഞോണ്ടിരിക്കല്ല. ഇത് നമ്മളിനെ ചിന്തിക്കുന്ന പോലല്ലേ ഇതിനെ കുറിച്ച്. എന്താണ് റിപ്ലൈ ചെയ്യാത്ത? എന്തിനാണ് നോക്കുന്നത്? ഇവിടെ കരയുന്നായിട്ടുണ്ടാവും. ഇനി എനിക്ക് പേടിയാവുന്ന പണ്ടങ്ങനല്ലേ. വിളിച്ചോ ചിലപ്പോ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ല. പെണ്ണുങ്ങളെ കാര്യല്ലേ. ഇത് നമുക്ക് ഒരു ബുദ്ധിമുട്ടാവുമ്പോ ഇത് ഞാൻ കുറേ പ്രാവശ്യം ഞാൻ വിളിക്കുന്നത്. ഇത് ജസ്റ്റ് ഒന്ന് കാര്യം ചോദിച്ചിട്ട് കേട്ടാക്കാം. പിക്കപ്പ് ലൈൻ ഒന്ന് പറഞ്ഞേക്കല്ല. ഒരു പിക്കപ്പ് ലൈൻ ഇട്ട ഇത് സിറ്റുവേഷൻ ഒന്ന് ഫണ്ണ. ഞാൻ സിറ്റുവേഷൻ ഫണ്ണാക്കി തരാം. ഹായ് മേറെ, എന്റെ കാര്യമൊന്നും വേണ്ട. എന്റെ ചെക്കൻ എന്തോ പറഞ്ഞു പോയിന്നേ ഉള്ളൂ. ഇല്ല വിഷമിക്കാവുന്നില്ല. ഒരു ശരിക്കും ആത്മാർത്ഥമായിട്ട് നിന്നെ ഇഷ്ടമാണ് അല്ലേ? ഇങ്ങനെയല്ലേ എല്ലാം പറയണ്ടേ? നീ ലൈവ് കാണുന്നുണ്ടല്ലോ. ലൈവ് അതിന് ശേഷം നോക്കിയിട്ടുണ്ടാവല്ലോ. സംഭവം മനസ്സിലായില്ല. ആ പിന്നെ എന്തെല്ലാം പ്രശ്നമൊന്നുമില്ലല്ലോ? ഓക്കെ അല്ലേ? നീ എന്താ കണ്ണെല്ലാം കലങ്ങിയ ഇങ്ങനെ ഞാൻ ഇടക്കിടക്ക് വിളിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടല്ല. എന്റെ മുഖത്തുണ്ട് അത്. ആ എല്ലാം ഉണ്ട്. നോക്കാരെ വെല്ലടി പിന്നെ ഇത് നേരത്തെ പറഞ്ഞ കാര്യത്തിനെ കുറിച്ച് ഇത് ആണ് ഒന്നുമില്ല. നീ എന്താ ഒതുങ്ങിയിരിക്കുന്നേ? നീ എന്തിനാ ഒതുങ്ങി? പിന്നെ മമ്മു പറയുന്നല്ലേ? ഇത് മമ്മു പറയുന്നത്. അപ്പൊ നിങ്ങക്ക് ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. നിങ്ങക്ക് ഇവനോട് എന്തെങ്കിലും ഇതുണ്ടാ? അല്ലെ ചെക്കനോട്, കുട്ടുവിനോട്? എന്റെ കുട്ടുവിനെ നീ എങ്ങനെ കാണുന്നു? അതൊക്കെ അറിയണം. പിന്നെ ലൈവ് അതിനെന്താ? നീ കാര്യം പറ. എന്റെ കുട്ടുവിനോട് നിനക്ക് എന്തൊക്കെ ഫീലിങ്സ് ഉണ്ടാ? ലൈവ് ആയോണ്ട് അപ്പൊ നീ അങ്ങനെ പറയുന്നേ? പേടിയാന്ന്. അപ്പം നീയാതെ പണി പാളിയാ മോളെ. റിയലി സോറി. അല്ല ഞാൻ ഇത് ഇവരിങ്ങനെ ഇത് ലൈവ് ചെയ്യാൻ സമ്മതിക്കാത്ത ലെവലില് എല്ലാം ഇത് വിട്ടിട്ട് ഞാൻ വന്ന് ഇതാക്കിയാ പറഞ്ഞാട്ടാ. നീ കണ്ണീര് തുടച്ചിട്ട് പറഞ്ഞേറെ. ഇല്ല എനിക്ക് തോന്നിയതാ എനിക്ക് പെട്ടെന്ന് അങ്ങനെ തോന്നി. സോറി മൈ ബാഡ്. എനിവേസ് അപ്പം നോ ഹാർഡ് ഫീലിങ്സ്. ഓക്കെ. അല്ല അങ്ങനെ പറഞ്ഞ സോറിന്റെ വേറൊരു വാക്കാണ്. സോറി പറഞ്ഞത്. അല്ല ഇങ്ങനെ പറയുന്നത് ശരിയല്ലല്ലോ. പാതിരാത്രി 1 മണിക്ക് ഒരു പെണ്ണിനെ വിളിച്ചിട്ട് പ്രപ്പോസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു മോശം കാര്യമല്ല. അതുകൊണ്ടൊരു സോറി പറഞ്ഞ. ആരാ വന്നേ? പിള്ളേരാ? കൊറേ ആൾക്കാർ സൗണ്ട് വെക്കുന്ന. ഡോർ എടുക്കുന്ന സൗണ്ട് ഇങ്ങോട്ട് വരും. അപ്പം ഇതെന്താ? അല്ല ചാറ്റ് പറയുന്നത് ഇത് ഞാൻ പറഞ്ഞില്ല. ചാറ്റ് വന്ന് ഷീ ലവ്സ് യു എന്ന് പറഞ്ഞാണ് ചാറ്റ് സ്പാം ചെയ്യുന്നത്. എന്താണ്? ഇല്ലല്ലോ. ഉണ്ടോ? ഇല്ലല്ലോ. അങ്ങനെയൊന്നും ഇല്ലല്ലോ. അങ്ങനെയല്ല ഞാൻ പെട്ടെന്ന് പറയാൻ പറ്റില്ല. ആർക്കും എന്തും സംഭവിക്കാനേ ഈ ലോകത്ത്. കാക്ക വരെ മലർന്ന് മറക്കുമല്ലോ. ആണ് അതാ. അതുകൊണ്ടാണോ? അല്ലെങ്കിൽ പിന്നെ അപ്പൊ നിനക്ക് എങ്ങനത്തെ ആളെ ഇഷ്ടം? ആരെയും കിട്ടിയാ മതിയാ? കണ്ട ഷമീറന്മാരെല്ലാം കിട്ടിയാ മതിയോ? എക്സ്ട്രോവേർട്ടിനെ ഇഷ്ടം? ഞാൻ എക്സ്ട്രോവേർട്ട്. ഞാൻ രണ്ടിന്റെ അടിയിലല്ലേ? ആംബിവേർട്ടാണ്.
അല്ല ആംബിവർട്ട് ഓക്കെ ആണോ നിനക്ക് ആംബിവർട്ട് ഓക്കെ ആണോ? എടാ അല്ല അല്ല ആണോ ഇല്ലയോ എന്ന് ഞാൻ ചോദിക്കുന്നത്. അത് ഇവനുമായിട്ട് ബന്ധമൊന്നുമില്ല. ആംബിവർട്ട് നിനക്ക് ഓക്കെ ആണോ? ആണ് അങ്ങനെയല്ല ആണോ? അങ്ങനെയല്ല തീരെ ഇൻട്രോവേർട്ട് ആവരുത്. ആ തീരെ ആംബിവർട്ട് എന്ന് പറഞ്ഞാൽ തീരെ ഇൻട്രോവേർട്ട് അല്ല. അപ്പൊ ആണോ ഇല്ലയോ? ആണോ? അതാരാ അടുത്താരാ? എട്ടുകാലി. അല്ല ഒരു ഇട്ടുകാലി. ഇവിടെ ഒരു എട്ടുകാലുണ്ട്. അത് ഞാനാ അല്ല. ആ അപ്പോ എന്താന്ന് പേടിച്ചിട്ട് മറന്നുപോയി. നിന്റെ പേരെന്താ? അല്ല എന്താ ചോദിക്കണ്ടേ ഞാന്? നമ്മളിവിടെ ഒരു കൂട്ടം ഇൻട്രോവേർട്സ് ആണ് സംഭവം. ബേസിക്കലി ആ സംഭവം. ഞാനും വെറുതെ എക്സ്ട്രോവേർട്ടായിട്ട് അഭിനയിക്കുന്നത്. ഞാൻ ശരിക്കും ഒരു ഇൻട്രോവേർട്ട് ആണ്. നിനക്ക് അങ്ങനെ തോന്നിയിട്ടില്ല? ആ എനിക്കറിയാം. ലൈവിൽ എങ്ങനെ പറയാന്ന് അതെന്താ? അങ്ങനെയല്ല അല്ല അതെന്താ നിനക്ക് അറിയാന്ന് പറഞ്ഞ ഞാൻ ഇൻട്രോവേർട്ട് അറിയാന്ന് പറഞ്ഞ അതിനെന്താ എന്തെങ്കിലും കാരണമുണ്ടോ? എനിക്ക് ഞാൻ ഇന്റർവ്യൂ എടുത്തപ്പോഴാണെങ്കിലും നേരിട്ട് കണ്ട എനിക്ക് പരിചയമുണ്ടല്ലോ. ആ അപ്പൊ എനിക്ക് അങ്ങനെ തോന്നാൻ കാരണം? അത്ര എക്സ്ട്രോവേർട്ട് അല്ല റിയൽ ലൈഫിൽ. അതെ ഞാൻ സൈലന്റാ. റിയൽ ലൈഫിൽ ഞാൻ സൈലന്റാ. അപ്പൊ ആംബിവർട്ട് ഓക്കെ അല്ലേ? ആംബിവർട്ട് ഓക്കെ അല്ലേ? നമുക്ക് ഉറപ്പിച്ചോടെ? 1 തരം 2 തരം 3 തരം ഓക്കെ ആണ്? ഓക്കെ ആണ്? ഓക്കെ ആണ്. ഓക്കെ ഓക്കെ അപ്പം അല്ല അങ്ങനെയല്ല. ഞാൻ ഇങ്ങനെ നമുക്ക് സംസാരിക്കാം. നമ്മള് ഫ്രണ്ട്സ് ആണല്ലോ അല്ലെ. അപ്പം നമുക്ക് ഇങ്ങനത്തെ ഈ സങ്കല്പങ്ങളെല്ലാം ഷെയർ ചെയ്യാലോ അല്ലെ. എന്തായാലും നിനക്ക് കല്യാണം കഴിക്കാൻ പ്രായമായി, എനിക്ക് കല്യാണം കഴിക്കാൻ പ്രായമായി. അപ്പൊ നമ്മൾ അങ്ങോട്ടോട്ട് സംസാരിക്കുന്നു, അത്രേ ഉള്ളൂ. അല്ല അങ്ങനല്ല. അപ്പൊ ഞാൻ ചോദിക്കുന്നത് വേറൊന്നും വിചാരിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത് അപ്പം ഒരു ആംബിവേർട്ട് ആയിട്ടുള്ള വേറെന്താ നിന്റെ സങ്കല്പം ഒരു കല്യാണം കഴിക്കാൻ പോകുന്ന ആളെ കുറിച്ചുള്ള? ജസ്റ്റ് ഷെയർ ചെയ്യുന്നതിന് ബുദ്ധിമുട്ടില്ലെങ്കിൽ. സങ്കല്പം എന്നുവെച്ചാ ഒരു ടൈമിൽ 2-3 പേരെ നോക്കാൻ പാടില്ല. അങ്ങനല്ല ഞാൻ ചോദിക്കുന്നത് സിറ്റുവേഷൻഷിപ്പിന്റെ കാര്യമല്ല, കല്യാണം കഴിക്കാൻ പോകുന്ന ആളെ കുറിച്ചുള്ള കാര്യമല്ല. അല്ല ഇപ്പൊ കല്യാണം കഴിക്കാൻ പോണ ചെക്കനാണെങ്കിൽ കല്യാണം കഴിച്ചിട്ട് വേറെ ആൾക്കാരുടെ അടുത്ത് കല്യാണം കഴിച്ചാ പിന്നെ വേറെ ആളെ നോക്കൂലല്ലോ. ഈ ഇപ്പൊ അതാണ് ആൾക്കാരങ്ങനെയാണ്. അതൊന്ന് പിന്നെ വേറെ പിന്നെ അങ്ങനെ എന്താ പിന്നെ സാധാ എല്ലാരും പറയണ പോലെ അങ്ങനത്തെ ഒക്കെ കുറച്ച് കാര്യങ്ങൾ അത്രേ ഉള്ളൂ. എല്ലാം അപ്പൊ ലോയൽറ്റി ആണ് നിന്റെ ഏറ്റവും മെയിൻ. നിയാദിന് ഏറ്റവും കൂടുതലുള്ളത് ലോയാലിറ്റിയാണ്. നിയാദിന് ഏറ്റവും കൂടുതൽ ലോയാലിറ്റിയും പിന്നെ ഈ ഫസ്റ്റ് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, ഞാൻ മറന്നുപോയി, അതുമാണ് ഇൻവേർട്ടർ എന്ന് പറഞ്ഞാൽ ഗോദ്രേജിന്റെ ഇൻവേർട്ടർ 2 ഉണ്ടാ. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളല്ലേ. ഞാൻ ജസ്റ്റ് അറിഞ്ഞു നോക്കുന്നേ ഉള്ളൂ. പിന്നെ ഹൈറ്റ് ഞാൻ പറയട്ടെ, എന്റെ സങ്കല്പത്തില് എക്സ്ട്രോവേർട്ട് മാത്രല്ല ഇൻട്രോവേർട്ട് മാത്രല്ല കേട്ടോ. എക്സ്ട്രോവേർട്സിനും കുഴപ്പമൊന്നുമില്ല, എക്സ്ട്രോവേർട്സും നല്ലതാ. ഞാൻ പിന്നെ പെട്ടെന്ന് ആ സമയത്ത് നീ എന്നോട് ചോദിച്ചപ്പോ എനിക്ക് തോന്നിയത് അതാണ് ഇൻട്രോവേർട്സ് എന്നുള്ള ഒരു ഇതായിരുന്നു. അങ്ങനെയൊന്നുമില്ല, എനിക്ക് ഓരോ സമയത്ത് ഓരോ മൈൻഡാവും, അങ്ങനെ മാറി കളിക്കും. അപ്പൊ എക്സ്ട്രോവേർട്ടും കുഴപ്പമൊന്നുമില്ല. ഹൈറ്റ് ഉള്ള ആളെയാണോ ഇഷ്ടോ ഹൈറ്റ് ഇല്ലാത്ത ആളെയാണോ ഇഷ്ടോ? അപ്പൊ ഈ പക്രൂന ഇഷ്ടമല്ല അല്ല? പക്രു ഞാൻ അത്ഭുത ദ്വീപിൽ അഭിനയിക്കുന്ന നീ ഞാൻ നിനക്ക് പണി വെക്കും, പണി ചെയ്യും. എന്നാ ഓക്കെ. അല്ല എന്താണ് അപ്പൊ ഓക്കെ മേറ, ഞാൻ ജസ്റ്റ് ഈ ഒരു സെൻസസ് എടുക്കാൻ വേണ്ടി വന്നതാണ്. സെൻസസ് പെൺകുട്ടികളായാലും സെൻസസ് ഒന്നും എടുത്തു ഭാരത സർക്കാരിനല്ല. സെൻസസ് ഒന്നല്ല മേറെ, ഞാനുള്ള കാര്യം പൊതു താല്പര്യാർത്ഥം കേരള സർക്കാർ പുറപ്പെടുവിക്കുന്നത്. ബൈ, സീ യു. ബൈ. ബുദ്ധിമുട്ടുണ്ടായില്ലല്ലോ വിളിക്കുന്നേ? അല്ല ചോദിച്ചാ. അപ്പൊ ഇങ്ങനെ ഇടക്കിടക്ക് അല്ല എന്നോട് ഇടക്കിടക്കിന് ആൾക്കാർ വിളിക്കാൻ പറയും. ഇന്ന് ഞാൻ വിളിച്ചില്ലേ, അപ്പൊ എനിക്കിന്ന് തൊപ്പിനെ വിളിച്ചപ്പോ ഞാൻ തൊപ്പിനെ വിളിച്ച് ബുദ്ധിമുട്ടിക്കണ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പൊ നിങ്ങൾക്ക് ഞാൻ ഒരു പ്രാവശ്യം വിളിച്ചില്ല. വേറെ നീ അവരെ തൊപ്പി വിളിച്ചില്ലേ എന്ന് പറയുമ്പോ ആൾക്കാർ തെറ്റിദ്ധരിക്കും. നീ എത്ര ദിവസം കൊണ്ട് എന്നെ വിളിച്ചതെന്ന് പറഞ്ഞു കൊടുക്ക. ഞാൻ ഇന്ന് അതിന് മുന്നേ എപ്പോ വിളിച്ചത്? അതിന് മുന്നേ കൊറേ കാലം മുന്നേ. ഇന്ന് എന്തോ ഇതിന് ഇവര് 3 റീൽസ് എടുക്കാൻ പോയപ്പം ആടുന്ന് വിളിച്ചത്, വരുന്ന വെച്ചിട്ട് വിളിച്ചത്. ഒറ്റ പ്രാവശ്യം വിളിച്ചതാണ്. പിന്നെ ആൾക്കാരെ തെറ്റിദ്ധരിക്കും, നമ്മളെപ്പോ വിളിക്കലുണ്ടല്ല വിചാരിക്കും.
അപ്പം എനിവേസ് അപ്പൊ സിയോ ഓക്കെ ബൈ. അപ്പൊ ഇടക്കിടക്ക് വിളിക്കുന്നതിന് കുഴപ്പമില്ല, അല്ല ബുദ്ധിമുട്ടില്ല, അപ്പൊ വിളിക്കാം. ഓക്കെ ബൈ. സിയോ